അസംബന്ധം പറയാണ്. ചോദിക്കും അങ്ങനെ. ഞാൻ പറഞ്ഞ മലയാളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. അത് പറഞ്ഞാൽ തെറ്റിട്ടുണ്ടാവും. ഉണ്ടോ? എന്നാൽ അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോ? ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം വികസന പ്രവർത്തനം. കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ UDFകാർക്കും BJPക്കാർക്കുള്ള എന്താ ഒരു ആഹ്ലാദം, പൊളിഞ്ഞല്ലോ എന്നുള്ളൊരു ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞ് കിട്ടണം എന്നുള്ള ധാരണയിലാണ് ഈ UDFകാർ. ഒരു വികസനവും നടത്താൻ പാടില്ല. വികസനം നടന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവും. ഇതിൻ്റെ പേരിൽ റോഡ് നിർമ്മാണം വൈകാൻ പാടില്ല. എങ്ങനെയെങ്കിലും വൈകി കിട്ടണമെന്നാണ് UDF ഉദ്ദേശിക്കുന്നത്. കാരണം അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ റോഡ് ഗതാഗത യോഗ്യമായാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്ലക്സ് കാർഡിൻ്റെ അകത്ത് ഇന്നയാളെ ഫോട്ടോ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവമുള്ള പത്രസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പിന്നെ അവർക്കുള്ള മാർക്ക് യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള കുഴപ്പമാണ്. സുധാകരനും VD സതീശനും മുരളിയും ശശി തരൂരും അതുപോലെ തന്നെ ചെന്നിത്തലയും ഇവരെല്ലാമാണ് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നടക്കുന്നത്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത് നിങ്ങൾ വെറുതെ നടക്കേണ്ട, ഒരു മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എത്ര മാർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ? നിങ്ങൾ പറയുന്ന മാർക്ക് ഞാൻ കൊടുക്കാം. ഇതെല്ലാം വെച്ച് ചേർന്നതിന് ശേഷം എത്ര മാർക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കണം? വലതുപക്ഷ മാധ്യമങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും മുഖ്യമന്ത്രിക്കുമെതിരായി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ കെട്ടഴിച്ചു വിടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നാഷണൽ ഹൈവേ 66 ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ നിലപാടുകൾ. ദേശീയപാത നിർമ്മാണത്തിൽ അങ്ങിങ്ങായിട്ട് പ്രശ്നമുണ്ടായി എന്നുള്ളത് സത്യമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തലയിൽ വെച്ച് കെട്ടാനാണ് ആദ്യം പരിശ്രമിച്ചത്. ഇന്നലെയും ഇന്നുമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നാഷണൽ ഹൈവേ അതോറിറ്റി ആർക്കാണതിൻ്റെ ഉത്തരവാദിത്വം എന്ന കാര്യം വ്യക്തമാക്കിയതോടുകൂടി പിന്നെ എങ്ങനെയാണ് കേരള ഗവൺമെൻറ്റിനെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് എന്ന കാര്യമാണ് വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് വാർത്താ ശൃംഖലയിലെ പല മാധ്യമങ്ങളും ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൗരവപൂർവ്വം നമ്മൾ കാണേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. BJP നേതാവ് മുരളീധരൻ പറഞ്ഞത് ഈ റോഡ് വന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്നാണ്. അത് ശരിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. LDF ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. അതിനെപ്പറ്റി അതിന് അജണ്ടയിലേ ഇല്ല. അതുണ്ടായി. മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് UDF അവസാനിപ്പിച്ച് വെച്ച അജണ്ട തുറക്കാനും ഫയലുകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും ശ്രമിച്ച ഘട്ടത്തിൽ അവർ പുതിയ ഡിമാൻഡാണ്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും പറയാത്ത ഡിമാൻഡാണ് കേരളത്തോട് പറഞ്ഞത്. അതായത് ഭൂമി നിങ്ങൾ ഏറ്റെടുത്ത് തരണം. ഇന്ത്യയിലെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനോടും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ആവശ്യപ്പെട്ട ഒന്നല്ല അത്. ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ച ഘട്ടത്തിലും അത്തരത്തിലൊരു നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ അവിടെ ഇവിടെയും ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു പോയി. ഇനി ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല എന്നവർ പറഞ്ഞു. ആ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ പ്രകടന പത്രികയിലും ഗവൺമെൻറ്റായി അധികാരത്തിൽ വന്നപ്പോഴപ്പോഴും ശക്തിയായ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് നാഷണൽ ഹൈവേ 66 സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി എന്ന രീതിയിൽ അതിന് ജീവൻ നൽകിയത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഭൂമി ഏറ്റെടുത്ത് തരണം.
അത് വിലപേശി അവസാനം ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ 25% പണം കേരളം നൽകാം എന്ന് സമ്മതിച്ചിട്ടാണ് ഏതാണ്ട് 6000 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബി വഴി നൽകിയിട്ടാണ് നാഷണൽ ഹൈവേ തത്വത്തിൽ അംഗീകരിച്ച് നടപടി സ്വീകരിച്ചത്. അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥത്തിൽ നിർവഹിക്കുന്നതിന് ബാധ്യതപ്പെട്ടവർ, ചുമതലപ്പെട്ടവർ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. എന്നാൽ കേരളത്തിൽ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടൽ സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഭൂമി ഏറ്റെടുക്കുന്ന ഘട്ടം തുടങ്ങി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സന്ദർഭത്തിലുമുള്ള എല്ലാ സഹായവും ഗവൺമെൻറ് നൽകുകയും മുഖ്യമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിനുള്ള സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കരാറുകാർക്കെതിരായിട്ട് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി വളരെ ശക്തമത്തായ നിലപാട് സ്വീകരിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് കേരളം ആഗ്രഹിച്ചത്. ഈ എടുത്ത നിലപാട് സംബന്ധിച്ച് ഗൗരവപൂർവ്വം പരിശോധിക്കുമ്പോൾ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്, റോഡ് പല ഭാഗങ്ങളും തകർന്നു പോയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, മഴ വരുന്ന സന്ദർഭത്തിൽ വലിയ രീതിയിലുള്ള മണ്ണ് ഇടിച്ചിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പല പരിപാടികളും പരിഹരിക്കപ്പെടേണ്ടുന്ന പ്രശ്നമായിട്ട് ഇപ്പോഴും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിൽ ചില കരാറുകാരെ സംബന്ധിച്ച് പുറത്തു വന്ന വിവരം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് വലിയ സംഖ്യ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് കരാറുകൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ളത്. $980 കോടി BJPക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കമ്പനി വരെ തെലങ്കാനയിലെ കമലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് 38,000 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയതായി CAG കണ്ടെത്തിയിട്ടുള്ള കമ്പനിയിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ 980 കോടി രൂപ BJP ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടുള്ളത്. അവർക്ക് 2 റീച്ച് ഈ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കരിമ്പട്ടിയിൽ പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല, ഇനിയും കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതായിട്ടുണ്ട്. വളരെ വേഗം ഇന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നാഷണൽ ഹൈവേ വളരെ ഫലപ്രദമായ രീതിയിൽ അടുത്ത വർഷമാകുമ്പോഴേക്ക് നമുക്ക് രാജ്യത്തിന് തുറന്നു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏത് കമ്പനിയായാലും, ഏത് കോൺട്രാക്ടറായാലും, ഏത് കരാറുകാരനായാലും അതിനെ കൃത്യമായി മനസ്സിലാക്കി ആവശ്യമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ദ്രുതഗതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കണം. കമ്പനിയുടെ സുതാര്യത പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ്. നിർമ്മാണത്തിലുണ്ടായിട്ടുള്ള കൃത്യതയ്ക്ക് എവിടെയാണ് കോട്ടമുണ്ടായത് ആ പരിശോധനയും വേണം. അപ്പോൾ ശരിയായ രീതിയിലുള്ള പരിശോധനയും ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം പൂർത്തിയാക്കി
കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനത്തിൻ്റെ, പശ്ചാത്തല വികസനത്തിൻ്റെ ആ ഒരു ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ആദ്യം മെറിറ്റിനെ പറ്റിയെല്ലാം ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ആ ചോദ്യം അവസാനിച്ചിട്ടുണ്ട്. അതിനൊറ്റ വാക്കിൽ ഞാൻ ആദ്യ ഉത്തരം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇല്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇല്ല. അപ്പോൾ പിന്നെ മെറിറ്റിനെ പറ്റി വേറെ വർത്തമാനത്തിനൊന്നും അടിസ്ഥാനമില്ല. ഉണ്ടായ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന നിലപാട് സ്വീകരിക്കണം. നല്ലപോലെ പണം വാങ്ങി 980 കോടി രൂപയുടെ ഒറ്റ കമ്പനിയിൽ നിന്ന്, ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടിന് വാങ്ങിയാൽ പിന്നെ അവരൊക്കെ എത്രത്തോളമാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെപ്പറ്റി നല്ലൊരു ധാരണ വേണം. കേരള കമ്പനി ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, പറയണ്ട. അങ്ങനെ വാങ്ങിയാലെന്നാണ് പറഞ്ഞത്. ആ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അത് രണ്ടാമത് പറഞ്ഞത് തെലുങ്കാന കമ്പനിയെ പറ്റി. അതുപോലെ അപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ടതെല്ലാം കരിമ്പട്ടികയിൽപ്പെടുത്തണം. എന്നാൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് റോഡ് വികസനം നടത്താതിരിക്കാൻ പറ്റില്ല. അത് തടയാനുള്ള ഒരു വഴിയായിട്ട് ഇപ്പോൾ UDFകാർക്കും BJPക്കാർക്കുള്ള ഒരു ആഹ്ലാദമാണ്. പൊളിഞ്ഞല്ലോ എന്നുള്ളൊരു ആഹ്ലാദം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് പൊളിഞ്ഞ് കിട്ടണം എന്നുള്ള ധാരണയിലാണ് ഈ UDFകാർ. ഒരു വികസനവും നടത്താൻ പാടില്ല, വികസനം നടന്നാൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാവും എന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി എങ്ങനെയൊന്ന് പൊളിഞ്ഞു കിട്ടിയാൽ അതായി വളരെ പ്രധാനപ്പെട്ടത് എന്ന് വിചാരിച്ച് പുറപ്പെട്ട ആളുകൾക്കെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ് മുമ്പോട്ടേക്ക് വന്നപ്പോൾ വേറെ ഉണ്ടായിട്ടില്ലാണ്ടായി. അതായിപ്പോൾ ഉണ്ടായത്, ഏറ്റവും അവസാനം ഉണ്ടായത് അതാണ്. പിന്നെ പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങളും പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ 9ാം വാർഷികം വളരെ നന്നായിട്ട് നടന്ന പശ്ചാത്തലത്തിൽ, ജനങ്ങളത് ഏറ്റെടുത്ത സാഹചര്യത്തിൽ മന്ത്രിസഭയിലെ അംഗങ്ങളിൽ തമ്മിൽ തർക്കമാണ്, പ്രശ്നമാണ്, വകുപ്പുകൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നെല്ലാമുള്ള അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വകുപ്പ് തമ്മിലും ഇല്ല. വസ്തുതക്ക് നിരക്കുന്ന ഒന്നല്ല. വകുപ്പുകൾ തമ്മിലുള്ള കോർഡിനേഷൻ ഏറ്റവും നന്നായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ വികസന പ്രക്രിയ മുഴുവൻ നടത്താൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാറ്റിനും. ഏറ്റവും അവസാനമായി വയനാട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിന്തുണയും ഇല്ലാതെ നടക്കുന്ന ദുരന്ത നിവാരണം, പ്രത്യേകിച്ച് ടൗൺഷിപ്പ്, അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രവൃത്തി വളരെ വേഗം പൂർത്തിയായി വരികയാണ്. നല്ല നിലയിലാണ് മുന്നോട്ടേക്ക് പോകുന്നത്. വിവിധ വകുപ്പുകൾ ചേർന്ന് നല്ല കോർഡിനേഷനോടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ 9ാം വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം, നാട് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തെ ഉറ്റുനോക്കുന്നത്. വ്യാവസായിക വൽക്കരണത്തിൻ്റെ കാര്യത്തിലും പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും തൊഴിലില്ലായ്മ ഉൾപ്പെടെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലിൻ്റെ കാര്യത്തിൽ കിഫ്ബി വഴി ഇപ്പോഴേറ്റവും അവസാനം ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞ 2 ലക്ഷം കോടി രൂപയുടെ പുതിയ തരത്തിലുള്ള നിക്ഷേപം അതുൾപ്പെടെ ഉപയോഗിച്ചാൽ ഈ ആഴ്ച കൊണ്ട് തന്നെ ഏതാണ്ട് 10,000 കോടി രൂപ പുതുതായി നിക്ഷേപിക്കാൻ സാധിക്കുമെന്നാണ് ഈ ആഴ്ച. ഇനിയിപ്പോൾ കൊല്ലത്തിലേക്കല്ല 10,000-ഉം 20,000-ഉം നിക്ഷേപിക്കുക, മാസാമാസം നിക്ഷേപിക്കാനുള്ള സൗകര്യം, പശ്ചാത്തല സൗകര്യം ഒരുക്കുകയാണ്. കാരണം നമുക്ക് വളരെ വേഗം നമ്മുടെ ഓഫറായി കിട്ടിയിട്ട് 2 ലക്ഷം കോടി രൂപ കേരളത്തിൻ്റെ മുഖചിത്രം മാറ്റാൻ സാധിക്കുന്ന രീതിയിലുള്ള സൂക്ഷ്മാംശത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് വ്യവസായ വകുപ്പ് ഉൾപ്പെടെ മുമ്പോട്ടേക്ക് പോകുന്നത്. അത് ഈ കേരളത്തിൻ്റെ സമൂലമായ പരിവർത്തനത്തിലേക്കാണ് നയിക്കുക. തൊഴിലില്ലായ്മ നല്ലതുപോലെ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. ഇപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ മണ്ഡലങ്ങളിലും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, അഭ്യസ്തവിദ്യരായ യുവക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള കെയർഡെസ്കിൻ്റെ പ്രൊജക്റ്റ് അനുസരിച്ചുള്ള പരിപാടികൾ നടന്നു വരികയാണ്.
ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന പുതിയ സാഹചര്യമാണ്. ഇത് മുമ്പ് കേട്ടുകേൾവിയുള്ള ഒന്നല്ല. മുമ്പ് ഒരു MLA ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇത്ര ആൾക്ക് ജോലി കൊടുത്തിരിക്കുന്ന ഒരു പദ്ധതി അനുസരിച്ച് എന്ന് പറയാനില്ല. അങ്ങനെയുള്ളൊരു പ്രൊജക്റ്റേ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ പ്രൊജക്റ്റുകൾ KDISCിൻ്റെയും നോളജ് എക്കണോമി മിഷൻ്റെയും ഭാഗമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയും ആലപ്പുഴയും തൃശ്ശൂരും ഇപ്പോൾ ഇനി കണ്ണൂരും മെഗാ ജോബ് ഫെയർ നടക്കാൻ പോകുന്നു. കണ്ണൂർ മെഗാ ജോബ് ഫെയർ 30,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു ജോബ് ഫെയറാണ്. അപ്പോൾ തൊഴിൽ വേണ്ട 30,000 ആളുകൾ, തൊഴിലാളികളെ ജീവനക്കാരെ വേണ്ട നിരവധി കമ്പനികൾ മുഖാമുഖം ജോലി ലഭിക്കത്തക്ക രീതിയിൽ കൊടുക്കത്തക്ക രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന പുതിയ സാഹചര്യം ഉയർന്നു വരികയാണ്. അതെല്ലാം ഈ നവകേരളത്തിൻ്റെ ഒരു പുതിയ ചിത്രമാണ്. അപ്പോൾ നവകേരളത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഗവൺമെൻറ് 9ാം വർഷം പിന്നിട്ട് 10ാം വർഷത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ, നവകേരളം സൃഷ്ടിക്കാനുള്ള നല്ല രീതിയിലുള്ള ജനകീയ അടിത്തറ വിവരപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഇത് അദ്ദേഹം കൊടുക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കൊടുക്കുമോ? കോൺഗ്രസ്സുകാർ ആരെങ്കിലും പാസ് മാർക്ക് കൊടുത്താൽ നമ്മൾ 90 മാർക്ക് കൊടുക്കും. 90 പോരെ? അധികം വേണമെങ്കിൽ തരാം. നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? ഇവിടെ മലയാള മനോരമ 55 കൊടുത്തില്ലേ? നിങ്ങൾ വേറെ ആരെങ്കിലും പറ്റി പറയണോ? മലയാള മനോരമ എന്ന് പറയുന്ന പത്രം ഈ ഗവൺമെൻറ്റിന് എല്ലാം കൂടി ചേർന്ന്, ഞാൻ ആ കണക്ക് മുഴുവൻ പരിശോധിച്ച് നോക്കിയാണ്, എല്ലാം കൂടി ചേർന്ന് നോക്കുമ്പോൾ 55% ഉണ്ട്. മനോരമ 55% മാർക്ക് കൊടുത്തൊരു ഗവൺമെൻറ്റാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അത് 90% കണക്കാണ്. ആ കണക്ക് വെച്ചിട്ടാണ് ഞാൻ 90 പറഞ്ഞത്. മനസ്സിലായില്ലേ? അതായത് പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കൊല്ലം ഉണ്ടല്ലോ, ഒരു കൊല്ലം കൊണ്ട് നമുക്ക് നോക്കാം. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം ഇല്ലല്ലോ. എന്ത് പ്രതിപക്ഷ പ്രവർത്തനം ഉണ്ടായേ? എന്തെങ്കിലും ഒരു സമരം പ്രതിപക്ഷം ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ നടത്തിയോ? വികസനം തടയുക മാത്രമേ ചെയ്ത്. രണ്ടാണ്. നിങ്ങൾ എഴുതിക്കോ, ധൈര്യം ഉണ്ടെങ്കിൽ എഴുതിക്കോ. ഇവിടെ പ്രതിപക്ഷം ചെയ്തത് വികസന പ്രവർത്തനത്തെ തടയുക എന്ന പണി മാത്രമാണ്. അല്ലാണ്ട് ഒരു സമരവും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിലപാട് നയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടില്ല. വികസന പ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ട് സിൽവർ ലൈൻ മുതൽ ഇങ്ങോട്ട് കല്ല് പൊരിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതെല്ലാം വികസന പ്രവർത്തനം. കേരളം കണ്ട ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ്. നാഷണൽ ഹൈവേക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. ഗയൽ പദ്ധതിക്കെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈദ്യുതി ലൈൻ, കുളംകുളത്ത് നിന്ന് കിട്ടുന്ന വൈദ്യുതി കൊച്ചിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇടമൺ പാതക്ക് എതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട് ഇല്ലേ? അതുപോലെ വിഴിഞ്ഞം പദ്ധതി ഒരു തരത്തിലും നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സമരം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേന്ദ്രം, കേരളം, രാജ്യം, ലോകം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം എതിരായി ഇവിടെ പ്രതിപക്ഷം സമരം നടത്തിയിട്ടുണ്ട്. ഈ സമരം നടന്നു എന്നുള്ളതുകൊണ്ട് ഈ വികസന പ്രവർത്തനമൊന്നും കേരളത്തിൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അവസാനിപ്പിച്ചിട്ടില്ല. ശരിയായ രീതിയിൽ തന്നെ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ സമരം നടത്തുക എന്ന് പറഞ്ഞാൽ അവർ നടത്തിയിട്ടുള്ള സമരങ്ങളെല്ലാം രാഷ്ട്രീയമായ ഉള്ളടക്കത്തോടുകൂടി വികസനത്തിനെതിരായിട്ടുള്ള സമരം മാത്രമാണ്. ഒരു പ്രതിപക്ഷം കാണിക്കേണ്ടത് എന്താ? ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കണം. കാര്യങ്ങൾ ഫലപ്രദമായിട്ട് മനസ്സിലാക്കി എതിർക്കേണ്ടതിനെ എതിർക്കുകയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കണം. ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചത്, രണ്ടാം ഘട്ട ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ പ്രതിപക്ഷ തീരുമാനം ഒരു തരത്തിലും വികസന പ്രവർത്തനം നടത്താൻ അനുവദിക്കരുത് എന്നാണ്. രാഷ്ട്രീയമായി ഒരു തീരുമാനം എടുത്തതാണ് അവർ. പിന്നെ പ്രതിപക്ഷത്തെ പറ്റി പിന്നെന്താ പറയാനുള്ളത്? പാസ് മാർക്കല്ല ഞാൻ പറഞ്ഞത്, 90 പറഞ്ഞത്.
പാസ് മാർക്ക് മനോരമ കൊടുത്തു. ഒരു അതിൻ്റെ അകത്തുള്ള കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള മുഴുവൻ കുഴപ്പം അവർ തമ്മിലുള്ള കുഴപ്പമാണ്. അല്ല അത് ഞാൻ പറയുന്നത് പിന്നെ അവർക്കുള്ള മാർക്ക് യഥാർത്ഥത്തിൽ അവർ തമ്മിലുള്ള കുഴപ്പമാണ്. സുധാകരനും വി ഡി സതീശനും മുരളിയും ശശി തരൂരും അതുപോലെ തന്നെ ചെന്നിത്തലയും ഇവരെല്ലാമാണ് മുഖ്യമന്ത്രി ആവാൻ വേണ്ടി നടക്കുന്നത്. അപ്പോഴാണ് സുധാകരൻ പറഞ്ഞത് നിങ്ങൾ വെറുതെ നടക്കേണ്ട, ഒരു മുഖ്യമന്ത്രി ആവാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ എത്ര മാർക്കാണ് കൊടുക്കേണ്ടത് നിങ്ങൾ തീരുമാനിച്ചോ? നിങ്ങൾ പറയുന്ന മാർക്ക് ഞാൻ കൊടുക്കുക. ഇതെല്ലാം വെച്ച് ചേർന്നതിന് ശേഷം എത്ര മാർക്ക് പ്രതിപക്ഷത്തിന് കൊടുക്കണം? ഏതായാലും പാസ് മാർക്കില്ല എന്ന് ഉറപ്പായി. ശരി, അങ്ങനെ കൊടുക്കുന്നതിൽ ആർക്കാ കുഴപ്പമില്ല. ഞാൻ മനോരമ കൊടുത്ത മാർക്കിൻ്റെ പ്ലസ് കൂട്ടിയിട്ടാണ് 90 കൊടുത്തത്. അവർക്ക് അങ്ങനെ ഞങ്ങളാരും കൊടുത്ത മാർക്കിന് പ്ലസ് കൂട്ടാനില്ലല്ലോ അവർക്ക്. അപ്പോൾ വമ്പൻ പരാജയമാണ് പ്രതിപക്ഷം. പ്രതിപക്ഷത്തിൻ്റെ പരാജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഗവൺമെൻറ് നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വികസനപരമായ കാര്യങ്ങളിൽ യോജിക്കാവുന്നത് യോജിക്കണം, ശക്തിയായിട്ട് എതിർക്കണം. ഇത് യോജിക്കേണ്ടതും എതിർക്കേണ്ടതും ഒന്നുമില്ല, വ്യത്യാസമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ, ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെയുള്ള ഒരു ഡെമോക്രാറ്റിക് സമൂഹത്തിലെ പ്രതിപക്ഷമാണ് ഇവിടെയുള്ള പ്രതിപക്ഷം. അപ്പോൾ ആ പ്രതിപക്ഷത്തെ പറ്റി എന്ത് പറയാനാ? അപ്പോൾ ഒരു മാർക്കും കൊടുക്കാൻ പറ്റും. അതൊന്നും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളാരും വേണ്ടില്ല സ്വന്തം പരിപാടി നേരം ഞങ്ങളില്ലായിരുന്നു. ഞാൻ പറഞ്ഞ മലയാളം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഞങ്ങളില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല. അത് പറഞ്ഞാൽ എത്തിയിട്ടുണ്ടോ? ഉണ്ടോ? എന്നാൽ അതിൻ്റെ കാര്യം വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അസംബന്ധം പറയാം ചോദിക്കും. അങ്ങനെ വരണ്ട ചോദ്യം. ഒരു ഭിന്നതയില്ല. ഒരു ക്രെഡിറ്റിൻ്റെ കാര്യത്തിലും ഭിന്നതയില്ല. ഒരു ഫ്ലക്സിൻ്റെയും കാര്യത്തിൽ ഭിന്നതയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭിന്നതയില്ല. ആരെങ്കിലും ഫ്ലക്സിൽ ഒരു ഫോട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇല്ലാതെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭിന്നത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ഗവേഷണമാണ്. അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അടിസ്ഥാന വിരുദ്ധമായ നിലപാടുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് റോഡെന്ന് പടം നോക്കിയിട്ടാണോ പദ്ധതി? പടം നോക്കി നിങ്ങൾക്ക് ഈ പടം നോക്കുന്നതിൻ്റെ തിരക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. പടത്തിനെന്ത് ഇമ്പോർട്ടൻ്റ്? പദ്ധതിക്കല്ലേ ഇമ്പോർട്ടൻ്റ്. അല്ലാണ്ട് അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഏതെങ്കിലും മന്ത്രിൻ്റെ ഫോട്ടോ നോക്കിയിട്ടാണോ അതിൻ്റെ അടിസ്ഥാനം തീരുമാനിക്കുന്നത്? വെറുതെ ഓരോന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പടം എല്ലാവരും ഉണ്ട് കേരളത്തിൽ. പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടതിലെല്ലാം പൊതുമരാമത്തിൻ്റെ മന്ത്രിൻ്റെ ഫോട്ടോ ഉണ്ടാവും. തദ്ദേശ വകുപ്പിൻ്റെ ഭാഗമായി വരുന്നതിലെല്ലാം തദ്ദേശ വകുപ്പിൻ്റെ ഫോട്ടോ ഉണ്ടാവും. ഇനി ഏതെങ്കിലും കേക്ക് ഇനി എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. പോരെ? ഞാൻ പറഞ്ഞു കേൾക്ക്. എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരുടെ ഫോട്ടോ ആയാലും നമുക്ക് ചേർക്കാം. പിന്നെ ഒരാവശ്യമില്ലാതെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ തലസ്ഥാന പട്ടണമാണ് ഈ തിരുവനന്തപുരം കേട്ടോ. ഈ തിരുവനന്തപുരം പോലുള്ള തലസ്ഥാന പട്ടണത്തിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുന്ന ചോദ്യമൊക്കെ വളരെ വളരെ പ്രധാനമായിരിക്കണം. ഉത്തരവും ഏതെങ്കിലും ഒരു ഫ്ലക്സ് കാർഡിൻ്റെ അകത്ത് ഇന്നയാളെ ഫോട്ടോ ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഗൗരവമുള്ള പത്രസമ്മേളനത്തിൽ ചോദ്യം ഉന്നയിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ അടച്ചു പറഞ്ഞത്. ഏതെങ്കിലും വേറെ എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചേർക്കാം. നമുക്ക് ആർക്കും തർക്കമില്ല. അത് വിവരാവകാശം നമുക്ക് ചോദിച്ചോ? ഇത് എനിക്കറിയില്ല. അറിയില്ല. ഞാൻ ഈ ലിസ്റ്റും കൊണ്ടാണ് ഇങ്ങോട്ട് പത്രസമ്മേളനത്തിൽ വരുന്നു. വേണ്ട, എന്തിനാ ഒന്നും തന്നില്ല എന്നുള്ളത് തന്നെയല്ലേ ഞങ്ങൾക്ക് തരേണ്ടത്. ഇവരെന്താ ഇനി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ദാസ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ്റിന് ഇങ്ങനെ ദാനം കൊടുക്കുന്ന പോലെ കൊടുക്കണമെന്നാണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കേരളമില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടോ? കേക്ക് പറയുന്നത് നിങ്ങൾ വെറുതെ വേണ്ടാതെ ചോദ്യം ചോദിച്ച് നിങ്ങളതിന് ഉത്തരം പറയണ്ട. നിങ്ങൾ നേരത്തെ വേണ്ടാതെ ചോദ്യം ചോദിച്ചു, എന്നിട്ട് നിങ്ങളതിന് ഉത്തരം പറഞ്ഞു അല്ലേ? എന്നിട്ട് ഒരാളോട് പറഞ്ഞത് കേട്ടെ,
എന്നിട്ട് എന്നോട് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടതെന്നാണ്. എൻ്റെ കയ്യിൽ എന്തിനാണ് ലിസ്റ്റ് വേണ്ടത്? മുഖ്യമന്ത്രിയുടേതായാലും, അതായത് കേരളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൂടി പണം ഉപയോഗിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിൻ്റെ പണം എല്ലാ കാര്യവും നടക്കുന്നത്. അവിടെ നിന്ന് മാത്രമുള്ളതല്ല, കൂടി കേരളത്തിന് കൂടി പണമാണ്. ആ പണത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട്. ഈ കേരളത്തിന് കിട്ടേണ്ടുന്ന വിഹിതമുണ്ട്. വിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഒന്നും കിട്ടിയില്ല എന്നാരാ പറഞ്ഞു? ഒന്നും കിട്ടിയില്ല എന്നുള്ളത് എൻ്റെ നാക്കിലിങ്ങനെ നിങ്ങൾ കൂട്ടി വെച്ചതാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. വെറുതെ പറയാതെ കാര്യം പറഞ്ഞിട്ട് വെറുതെ ചോദ്യം ചോദിക്കണ്ട. ഞാൻ പറഞ്ഞത് കേരളത്തിന് അവകാശപ്പെട്ട അധികാരപ്പെട്ട പണം തരുന്നില്ല. ആ തരാതിരുന്നതിനെ സംബന്ധിച്ചാണ് ഞാൻ ശക്തിയായിട്ട് പറഞ്ഞത്, ഇനിയും പറയാൻ പോകുന്നതും. കേരളം ഇല്ലെങ്കിൽ, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇല്ലെങ്കിൽ നാഷണൽ ഹൈവേ ഇല്ല എന്ന് പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായം? ഇല്ലല്ലോ, ആ ഗവൺമെൻറ് ഉണ്ടായില്ലല്ലോ. അവർ മടക്കി അയച്ചതല്ലേ 66 kV. ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേനെ ഒഴിവാക്കി പോയതല്ലേ. പിന്നെ എങ്ങനെ എല്ലാ ഗവൺമെൻറ് വരിക? എല്ലാ ഗവൺമെൻറ് എങ്ങനെയാണ് വരിക? എല്ലാ ഗവൺമെൻറ് എങ്ങനെയാണ് വരിക? വെറുതെ വീണെടുക്കുന്ന ഉരുളണ്ടാട്ടോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഇടപെടലില്ലായിരുന്നുവെങ്കിൽ നാഷണൽ ഹൈവേ 66 ഇന്നത്തെ അവസ്ഥയില്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത്. നിങ്ങൾ ഈ ചോദ്യം പിന്നീട് ചോദിക്കുന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നിങ്ങൾക്ക് പഴുതൊന്നും കിട്ടാതിരിക്കുമ്പോഴും വെറുതെ വേണ്ടാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക. ആ ഓ, അത് അത്ഭുതമായിട്ട് അവതരിപ്പിച്ചതാ. അല്ല, രാജ്ഭവനിൽ ഉള്ളത് ആരാ? ആരാന്ന് അത് പറ. അതൊന്ന് പറയാൻ തന്നെ വിളിക്കുന്നു. പിന്നെ അതെ, ഗവർണറാണ്. ഇപ്പോൾ BJP-കാരൻ പറഞ്ഞു കേട്ടില്ല, അയാൾ ശാസ്ത്രജ്ഞനാണെന്ന്, ലോകശാസ്ത്രജ്ഞനാണ് വന്നത്. അതാ കാര്യം. വർഗീയവൽക്കരിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അജണ്ട അതാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് രാഷ്ട്രപതി ഭവനും ഈ ഇന്ത്യയുടെ വിവിധ മേഖലകളും എല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാനാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം എല്ലാ കാലത്തും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രാജ്ഭവൻ്റെ അകത്ത് ഇന്നയാൾ വന്നു പോയി എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അവിടെയുള്ള ആളെന്നെ എല്ലാവർക്കും അറിയുന്നത് പോലെയുള്ള വ്യക്തമായ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയായിട്ടുള്ളത്. ഗവർണർ മാറിയതുകൊണ്ടോ? അല്ല, ഗവർണർ മാറി, ഇന്നയാൾ മാറി, ഇന്നയാൾ പുറത്ത്. അത് ആ മാറ്റം തന്നെ. എന്തിനു ചോദിപ്പോൾ അറിയിക്കേണ്ടത്? അവിടെ ഒരാൾ വന്നിരിക്കുന്നു, പോയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അകത്ത് ഇന്നയാൾ വന്നു, ഇന്നയാൾ പോകാൻ പാടില്ല എന്ന് രാജ്ഭവനിൽ നിശ്ചയമുണ്ടോ? ഉണ്ടോ? രാജ്ഭവൻ്റെ പരിപാടിയില്ലേ? രാജ്ഭവൻ്റെ പരിപാടിയില്ലേ? ആ രാജ്ഭവൻ്റെ പരിപാടിയിൽ RS-കാരൻ തന്നെയാണല്ലോ എല്ലാ പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ആദ്യം വ്യത്യസ്തമായ പരിപാടി അവിടെ പങ്കെടുത്തത്? ഈ സോഷ്യലിസ്റ്റുകാരനെ പങ്കെടുത്തുകൊണ്ടാണ് രാജ്ഭവനിൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ സന്ദർഭത്തിൽ അവിടെ പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞാൽ മതി. ആരെങ്കിലും ഏതെങ്കിലും ഒന്നാമത് അവിടെ ഇരിക്കുന്ന ആൾ തന്നെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ആൾ. കൃത്യമായെന്ന് പറഞ്ഞാൽ വളരെ കൃത്യതയുള്ള അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ചെറിയാൾക്ക് തർക്കമുണ്ടാവാം, ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല. ആ തർക്കമില്ലാതെ ഇത് തന്നെയാണ്. അല്ലാണ്ട് സോഷ്യലിസ്റ്റുകാരനെ കമ്മ്യൂണിസ്റ്റുകാരെയൊന്നും രാജ്ഭവൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഒരു ഭാഷത്തിൽ ഇതേവരെ ഈ കുറേ കാലമായിട്ട് ആരും ശ്രമിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ വരുന്നവർ ആ രീതിയിൽ തന്നെയാണ് പരിപാടികൾ. അത് ഗവർണർ ഉപയോഗപ്പെടുത്തിയിട്ട് വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായി കൃത്യമായിട്ട് കഴിഞ്ഞ ഗവർണർ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് കാവ്യവൽക്കരണമാണ്. ആ കാവ്യവൽക്കരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു കേന്ദ്രം തന്നെയായിട്ടാണ് പ്രവർത്തിച്ചത്. അത് നമുക്ക് തർക്കമുണ്ടായിരുന്ന കാര്യത്തിൽ ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ടല്ലോ. നിങ്ങളല്ലേ എതിർക്കായിരുന്നത്? എതിർക്കാതിരുന്നവരാരാണ്? നിങ്ങളല്ലേ എതിർക്കാതിരുന്നത്? ഞങ്ങൾക്ക് അന്നേരം ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ട്, ഇപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്ന് എതിർക്കാത്തവർക്ക് ഇപ്പോൾ എതിർക്കാൻ ചില വ്യഗ്രതയുണ്ട്. വന്നോട്ടെ, നമുക്ക് കുഴപ്പമില്ല. അതിന് ഞാൻ എതിരല്ല. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വർഗപരമായ വ്യത്യാസമൊന്നുമില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ തുളുമ്പി പോകുന്നതാണ്. കാരണം അദ്ദേഹം ഒരു വഴിക്ക് വെച്ച് RSSും BJP ഒക്കെ ആയതാണ്. അങ്ങനെയല്ല എല്ലാവരും. തുളുമ്പൊന്നുമില്ല. മനസ്സിലായില്ലേ? അസംബന്ധമാണ്. ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ. DPR നമ്മൾ ഉണ്ടാക്കിയതാ. അറിയില്ല. ആരെങ്കിലും പറയേണ്ടത് എങ്ങനെ ഞാനറിയാം? ഇനി ആരെങ്കിലും പറഞ്ഞതിനനുസരിച്ചിട്ടാണോ DPR തയ്യാറാക്കുക ഗവൺമെൻറ്?
നാഷണൽ ഹൈവേ അതോറിറ്റി. അല്ല, അങ്ങനെ ആരെങ്കിലും പറയുന്നതനുസരിച്ച് തയ്യാറാക്കുന്നതാണോ DPR? അല്ലല്ലോ. ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ലക്ഷക്കണക്കിന് കോടി ഉറുപ്പിയുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന DPR തയ്യാറാക്കുന്നത് ആരെങ്കിലും അവിടെ പറ്റില്ല ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണോ DPR തയ്യാറാക്കുന്നത്? ഇല്ല, തോന്നുന്നില്ല. ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തിൽ. ഈ സമയം കൊണ്ട് തന്നെയും ഇതിനേക്കാൾ മുമ്പ് പൂർത്തിയാക്കിയിട്ടുള്ള ഗുണനിലവാരമുള്ള റോഡുണ്ടല്ലോ കേരളത്തിൽ. ഇപ്പോഴും നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് റീച്ചിലുണ്ടല്ലോ. അതെ, അതായത് മഴ ശക്തിപ്പെട്ടാൽ ഇനിയും ചില ഇടിയിലും പൊളിച്ചിലൊക്കെ ഉണ്ടാവും. അതിന് ആർക്കാ തർക്കമുള്ളത്? അങ്ങനെ സാധാരണ രീതിയിൽ വരുന്ന വിള്ളലോ പ്രശ്നമോ ആണെങ്കിൽ സഹിക്കാം. അങ്ങനെ അല്ലാതെ വന്നതുകൊണ്ടാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റി ഇടപെട്ട് കരിമ്പട്ടിയിൽ, അതായത് നിർമ്മാണ പ്രക്രിയയിൽ തന്നെ വൈകല്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണല്ലോ അതിശക്തിയായിട്ട് നടപടിയിലേക്ക് പോയത്. അല്ലാണ്ട് കേവലമായി ഇടിയിലും പൊളിച്ചിലും മാത്രമല്ല. അതിപ്പോൾ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അത് പരിഹരിച്ച് പോവുകയും ചെയ്യും. പക്ഷേ അതല്ല ഇപ്പോൾ ഉണ്ടായത്. വളരെ മൗലികമായ പ്രശ്നമാണ്, മാറ്റാണ്. അതുകൊണ്ടാണ് കരാർ കമ്പനിക്കാരനെ തന്നെ കരിമ്പട്ടിയിൽപ്പെടുത്തിയത്. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. വൈകാൻ പാടില്ല. അത് ഉറപ്പായ നിലപാടാണ്. ഇതിൻ്റെ പേരിൽ റോഡ് നിർമ്മാണം വൈകാൻ പാടില്ല. എങ്ങനെയെങ്കിലും വൈകി കിട്ടണമെന്നാണ് UDF ഉദ്ദേശിക്കുന്നത്. കാരണം അടുത്ത ഇലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ റോഡ് ഗതാഗത യോഗ്യമായാൽ അത് വലിയ പ്രശ്നമായിരിക്കും. അല്ല, പ്രതിപക്ഷം എപ്പോൾ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിപ്പോൾ റിയാസിനെതിരായിട്ട് മാത്രമൊന്നുമല്ല, പല മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. അതിന് ഞങ്ങൾ ഒരു കൊല്ലക്കാലം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും. ഞാനത് നേരത്തെ പറഞ്ഞു, ഒരു കൊല്ലക്കാലം ഭയങ്കര പ്രശ്നമുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതുക, നിങ്ങൾ എന്തൊക്കെയാണ് പ്രചരിപ്പിക്കുക, നിങ്ങൾ എന്തൊക്കെയാണ് പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഞങ്ങൾക്കില്ല. എന്തും പറയും. അതാണ് ഒരു കൊല്ലക്കാലത്തെ ഞങ്ങളുടെ മുമ്പിലുള്ള അനുഭവം. ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനും അതുപോലെ തന്നെ അടുത്ത മെയ് മാസം നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനും കഴിയാണ്ട് ഈ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആ അതിലൊക്കെ ഒരേ നിലപാട് തന്നെയാണ്. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരു തരത്തിലും ആക്രമിക്കാനോ പീഡിപ്പിക്കാനോ പാടില്ല. ആർക്കും പാടില്ല, പ്രത്യേകിച്ച് അവർക്കും പാടില്ല. വേടനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു വ്യത്യാസമില്ല. വേടൻ എന്ന് പറയുന്നത് ഈ ഫ്യൂഡൽ ജീർണതയിൽ ആണ്ട് കടന്ന് ചാതുർവർണ്ണ വ്യവസ്ഥ ഭരണഘടനയിൽ വേണമെന്ന് പറയുന്നവരാണ് ഇവിടെയുള്ള RSSും BJPയും പിന്നെ സംഘപരിവാറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഭാഗം. അവർ പലതും പറയും. അവർ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അവർ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞതുകൊണ്ട് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ്, പൊതുവായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ സമൂഹം അതിശക്തിയായിട്ടാണ് വേടന് അനുകൂലമായിട്ട് നിലപാട് സ്വീകരിച്ചത്. പ്രത്യേകിച്ച് വേടൻ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്ന ആ നിമിഷം മുതൽ വേടന് അനുകൂലമായിട്ടാണ് കേരളം. പിന്നെ അതിൻ്റെ മേലെ ജാതി പ്രശ്നമാണ് ഉന്നയിക്കുന്നത്, അതുപോലെ തന്നെ കലാഭാസമാണ് എന്നെല്ലാം പറയുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈ കലയെ സംബന്ധിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കലയുണ്ട്. ഇവിടെ മാത്രമുള്ളൊരു കാര്യമല്ല. തിരുവാതിരക്കളി മാത്രമല്ല കല. അല്ലെങ്കിൽ ഞാൻ തിരുവാതിരക്കളിയെ മോശമാക്കിയെന്ന് വഴിയായിരിക്കേണ്ട. അതുകൊണ്ട് കഥകളി ആയാലും ഓട്ടംതുള്ളലായാലും ഏതായാലും അത് മാത്രമല്ല കല. ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ കലയുണ്ട്. ആ കലകൾ പലതും ഇവിടെയും വരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണ്, ഒരു മ്യൂസിക് സംവിധാനമാണ് ഇപ്പോൾ വേടൻ കൈകാര്യം ചെയ്യുന്നത്, റാപ്പ്. ഇല്ല, അതെല്ലാം ശശി തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടല്ലോ. വന്നപ്പോൾ വളരെ പരിഗണനയോടുകൂടിയാണ് കണ്ടത്. അന്നത്തെ ദിവസം ശനിയാഴ്ചയായിരുന്നു. ഞായറാഴ്ച തിങ്കളാഴ്ച തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊന്നും യാതൊരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല. അതെ, മതിയാണ്. അല്ല, ED രാജ്യത്തിന് അപമാനകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് എന്ന് സുപ്രീം കോടതി തന്നെ പറയാൻ തുടങ്ങി. കേരളത്തിലെ കൊച്ചി ബ്യൂറോയുടെ ഭാഗമായിട്ടുള്ള EDയുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കൈക്കൂലി റാക്കറ്റിൻ്റെ ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിയുടെ കൈക്കൂലിയാണ് അതിൻ്റെ ഭാഗമായിട്ട്. 30 കോടി ഉറുപ്പിയുടെ ഏതാണ്ട് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് വിവരം. 2 കോടിയായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ 10-30 കോടി ഉറുപ്പിയുടേതാണ് ഇടപാട് നടന്നത് എന്ന് പറയുന്നത്. ഇടനിലക്കാരുണ്ട് അവിടെ. ഇത് വാങ്ങിക്കൊടുക്കാനുള്ള ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ EDയുടെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്.
പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരെ മാത്രം കടന്നാക്രമിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പരാതി. അതുമാറി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അതായത് BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് കുഴൽപ്പണക്ക് വേട്ടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചപ്പോൾ അതും വ്യക്തമായി. ഇപ്പോഴും സ്വന്തം ഓരോരുത്തരും പണം ഉണ്ടാക്കുക എന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി EDയുടെ ഭാഗമായിട്ട് നടക്കുക. ഇത് അപമാനകരമായ ഒരു അവസ്ഥയാണ് ഇന്ത്യക്ക്. പ്രത്യേകിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇതൊക്കെ. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലാണ് ഇത്രയും വലിയ അഴിമതി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരുപാട് വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്.